ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിലെ 34ാമത്തെ ഡേ ആണ് ഇന്ന്. നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ റിവിഷൻ ഡേ ആണ്. മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് മോക്ക് ടെസ്റ്റാണ്. 15 ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം എക്സാം എഴുതാം. അപ്പോൾ നമ്മൾ സാധാരണ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ പ്രാവശ്യം മോക്ക് ടെസ്റ്റ്. അതായത് ക്വസ്റ്റ്യൻസ് ഞാൻ ഇടും. ആ ക്വസ്റ്റ്യൻസ് ഒരു നിശ്ചിത സമയത്തിന് ഉള്ളിലായിരിക്കും ഓരോ പേജുകളായിട്ട് മാറിപ്പോവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ സമയം ആവശ്യം വേണമെങ്കിൽ നിങ്ങളത് പോസ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസേഴ്സ് അപ്പോൾ തന്നെ എഴുതി പോവാം. 15 ക്വസ്റ്റ്യന് ശേഷം ആൻസർ കീ കൊടുക്കും. അപ്പോൾ ആൻസർ കീ നിങ്ങൾ നോക്കുക. എന്നിട്ട് എത്രത്തോളം മാർക്ക് ഉണ്ട് എന്നുള്ളത് സ്വയം വിലയിരുത്താൻ സാധിക്കുന്നവർ ഇതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു മോക്ക് ടെസ്റ്റ് ഉപകാരപ്പെട്ടു എന്നുള്ളതും രേഖപ്പെടുത്താം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. വോയിസ് ഉണ്ടാവില്ല, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ച് ആൻസർ എഴുതണം. അപ്പോൾ ഇതിന് ശേഷം ആൻസർ കീ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതും നോക്കാം.
അപ്പോൾ ആൻസർ കീ നോക്കി കറക്റ്റ് ചെയ്തെന്ന് വിചാരിക്കണം. അപ്പോൾ കിട്ടാത്ത ചോദ്യങ്ങളുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം കഴിഞ്ഞു. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വരിക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 ഡേയ്സ് ചലഞ്ച് 100 ഡേയ്സ് കൊണ്ട് LP UP സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 100 ഡേയ്സ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആദ്യമേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. ആ വീഡിയോ കണ്ടാൽ ഏതൊക്കെ ടോപ്പിക്ക് ഇനി നമ്മുടെ വീഡിയോ വരും എന്നുള്ളതൊക്കെ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.